അപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഇവര് മുശ്രിക്കാവാൻ പാടില്ലല്ലോ. കാരണം അള്ളാനെ പോലെ സ്വന്തമായി കഴിവുണ്ട് എന്ന് അവരാരും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹ് കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന മാനദണ്ഡം. മറിച്ച് അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകമായ കഴിവുകളുണ്ട്. അതൊക്കെ അവന്റെ പേരുകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ കഴിവുകളും ഗുണവിശേഷണങ്ങളും അവൻ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആർക്കും അള്ളാഹ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു എന്ന് ഇവര് വെറുതെ പറയാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുകയാണെങ്കിലും ഔലിയാക്കന്മാര് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ അള്ളാനെ പോലെ തന്നെ അവര് പറയുന്നത്. അള്ളാനെ പോലെ കാണും, കേൾക്കും. പിന്നെ എന്താ വ്യത്യാസമുള്ളൂ? അള്ളാടെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ്, ഇവരുടെ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. അതുകൊണ്ടൊന്നും കുടുംബങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടൂല. അത് പഠിച്ചു വെച്ചോളി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകൾക്ക് വിലയില്ല. വിശുദ്ധ ഖുർആൻ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്ക്. ധാരാളം നബിമാരുടെ പ്രാർത്ഥനകൾ അതിലുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകൾ, ദുആകൾ പരിശോധിച്ചു നോക്കൂ. റബ്ബിനോടല്ലാത്ത ഒരൊറ്റ ദുആയും അതിൽ കാണാൻ കഴിയൂല. നിസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള ദിക്റുകൾ പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടമോ പ്രാർത്ഥനയോ അതിലുമില്ല. ഇവര് പറയുന്നതോ, ഒരാള് പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം മദീനയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. മുഹമ്മദ് നബി തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാതെ അള്ളാഹുവേ പൊറുക്കണേ എന്ന് നേരിട്ട് പറഞ്ഞാൽ പാപം പൊറുക്കുകയില്ല എന്നും, അള്ളാഹുവിനോട് നേരിട്ട് പാപം പൊറുക്കണേ എന്ന് ചോദിക്കുന്നത് മുനാഫിഖീങ്ങളുടെ സമ്പ്രദായമാണെന്നും, യാതൊരു പടച്ചവനെ പേടിയുമില്ലാതെ പച്ചയായി ചില ആളുകൾ പ്രസംഗിക്കുന്നു, എഴുതുന്നു. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ അതിനോട്? നിങ്ങൾ ആലോചിക്കുക. ഞാൻ നിങ്ങൾ ആലോചിക്കാനാ പറയുന്നത്. ഇതിൽ ഗ്രൂപ്പിസവും പാർട്ടിയും വഴക്കൊന്നുമില്ല. അതൊക്കെ നമുക്കിവിടെ ഒരു സൗകര്യത്തിനുള്ള സംഘടനയും പ്രവർത്തനമൊക്കെയാണ്. ഇന്ന് ഞാനും നിങ്ങളുമാണ് മരിച്ചു കഴിഞ്ഞാൽ വരാൻ പോണ കാര്യമായി പറയുന്നത്. അവിടെ ഇവരാരും വക്കാലത്ത് ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്ക്. ഇവിടെ പറയാണ്, പച്ചയായി പറയാണ്, നിങ്ങളൊരു പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് തൗബ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ആദ്യം മദീനയിലുള്ള റസൂലുള്ളാഹിനോട് ഒന്നുകിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറയണം. എന്ത് പറയണം? ഇർതകബ്തു അലൽ ഖാതാ غير حصر وعداد لك أشكو فيه يا سيدي خير النبي. മൻഖൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിലെ വരിയാണ്. അള്ളാന്റെ റസൂലിനോട് വിളിച്ചു പറയാണ്, നബിയെ, കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപിയാണ് ഞാൻ. അങ്ങയോടിതാ ആവലാതി പറയുന്നു, എന്റെ പാപം പൊറുക്കണേ, നബിമാരുടെ നേതാവായ മുത്തുനബിയേ. ഇതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ? ഇത് ചൊല്ലാത്തവൻ മുനാഫിഖാണെന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് ചൊല്ലാതെ നേരിട്ട് റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അവൻ മുനാഫിഖാണത്രേ. എങ്കിൽ ഇന്ന് നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ചില്ലേ, ഇശാ നിസ്കരിച്ചില്ലേ? ലോകത്ത് ജനകോടികൾ മുഴുവനും ഇന്നും നിസ്കാരത്തിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. മുനാഫിക്കിന്റെ ദുആയത്. ഇതൊക്കെ ചൊല്ലിയൊരു മുനാഫിക്കായോ? മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താ? അപകടങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ പഠിക്കാനാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, എന്തിനാ നമ്മൾ ഈ തൊണ്ട കീറി സംസാരിക്കുന്നത്? എന്തിനാ നമ്മൾ വേറിട്ട് നിന്ന് കുടുംബങ്ങളുടെ ആട്ടും തുപ്പും, ജനങ്ങളുടെ പഴിചാരലുകളും, നാട്ടുകാരുടെ മഹല്ല് ബഹിഷ്കരണവും ഒന്നും വകവെക്കാതെ എന്തിനാ നമ്മൾ ഈ അധ്വാനിക്കുന്നത്? ഈ ജനത രക്ഷപ്പെടണം. നമ്മുടെ ജനത, അവര് നമ്മുടെ സുഹൃത്തുക്കളാണ്. അവര് നരകത്തിയിൽ പോകാൻ പാടില്ല. നമ്മൾ സ്വർഗം ആശിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഉമ്മാക്ക് കിട്ടണം, ഉപ്പാക്ക് കിട്ടണം, ആങ്ങളക്ക് കിട്ടണം, പെങ്ങൾക്ക് കിട്ടണം, ഭാര്യക്ക് കിട്ടണം, ഇളാപ്പാക്ക് കിട്ടണം, മുത്താപ്പാക്ക് കിട്ടണം, അയൽക്കാർക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനാണിത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കാണിത് യോജിക്കാൻ കഴിയുക? മുത്തു മുസ്തഫയോട് പാപമോചനത്തേട്ടം നടത്താതെ ഡയറക്റ്റായി അള്ളാഹിനോട് പാപമോചനം തേടിയാൽ അവൻ മുനാഫിഖാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്.
എങ്കിൽ നമ്മുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയും എല്ലാ ഇസ്തിഗ്ഫാറിന്റെ തേട്ടങ്ങളും മുനാഫിക്കിന്റെ തേട്ടമായി മാറൂലേ? അത്ര ഗൗരവമാണ് വിഷയം. നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ ചടങ്ങുകൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. ഹജ്ജിന്റെ ഓർമ്മയിൽ നമുക്ക് കടന്നു വരുന്നു മഹാരഥന്മാരായ 2 നബിമാര് വരുന്നുണ്ട്. മുസ്തഫയടക്കം 3 നബിമാര് വരുന്നുണ്ട്. ഒരു മഹദിയായ ഉമ്മയും കടന്നു വരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാജറ അലൈഹിസ്സലാം. ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ മീഖാത്തിൽ നിന്ന് നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാമിൽ അങ്ങ് പ്രവേശിച്ച് നമ്മുടെ മുടിനീക്കൽ ചടങ്ങിലൂടെയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് ഹജ്ജിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഇടക്ക് ഏതെങ്കിലും ഒരു ദുആ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ഹാജറ ഉമ്മ ബീവി എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? പോകട്ടെ, ഇനി അവരെ നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ. ബിഹഖി ഇബ്രാഹിം വബിജാഹി ഇസ്മായിൽ വബിബറകത്തി ഉമ്മിനാ ഹാജറ റളിയല്ലാഹു അൻഹാ. അവരുടെ ഹക്കും ജാവും ബർക്കത്തും പറഞ്ഞിട്ടുള്ളൊരു ദുആ ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ ഇബ്രാഹിം നബി ഇല്ലേ, ഇസ്മായിൽ നബി ഇല്ലേ, ഹാജറ ഉമ്മ ബീവി ഇല്ലേ, നമ്മുടെ മുത്തു മുസ്തഫ ഇല്ലേ? മുത്തു മുസ്തഫയല്ലേ കാണിച്ചു തന്നത്? ഹജ്ജിന്റെ മുഴുവൻ മനാസിക്കുകളും കാണിച്ചു തന്നിട്ട് അവിടുന്നല്ലേ പറഞ്ഞത്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികളൊക്കെ ഇതാ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നിർവഹിക്കണേ. മുത്തു മുസ്തഫയുടെ വസിയത്താണ്. നമ്മൾ ഇവരൊക്കെ ഓർക്കണില്ലേ? ഓർത്താ ശിർക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ചില ആൾക്കാർ നമ്മളെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്ക. മരിച്ചുപോയ മഹാന്മാരെ ഓർക്കാൻ പാടില്ലത്രേ, ശിർക്കാവൂ അത്രേ. ആരാ പറഞ്ഞ്? ഓർക്കാൻ പാടില്ല. ഇവരൊക്കെ ഓർക്കണില്ലേ? എന്തിനാ ഹജ്ജിൽക്ക് പോണ്? 5 നേരത്തെ നിസ്കാരത്തിലും ഇബ്രാഹിം നബിയെയും മുത്ത മുസ്തഫയെയും പറയാത്തൊരു നിസ്കാരമുണ്ടോ? ഓർക്കലാ തെറ്റി. അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇവര് പറയുന്നത് എന്താണ്? അള്ളാനോട് അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറയും പോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചോളൂ. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. മൊഹീദ്ദീൻ മാലയിലെ വരിയാണ്. ആർക്കെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചാൽ ആ സ്പോട്ടിൽ ഞാൻ ഹാജരായിട്ട് ഞാൻ ഉത്തരം തരാതിരിക്കൂല. ഇത് മുസ്ലിമിന് വിശ്വസിക്കാൻ പാടുണ്ടോ? അവര് വിളിച്ചു വരുത്തുകയാണ്. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേര് 1000 വട്ടം ഉരുവിട്ടുകൊണ്ട് യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ വിളിച്ചു കൂവുകയാണ്. ലൈറ്റ് അണക്കുകയാണ്. എന്നിട്ട് അട്ടഹസിക്കുകയാണ്. അവരുടെ വിശ്വാസം എന്താണ്? ശൈഖ് അവിടെ ഹാജരാകുന്നുണ്ട്. ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പ്രത്യേക വരി തന്നെയും അതിലുണ്ട്. യാ സയ്യിദി ഹുദൂർനി യാ മുഹയ്യിദ്ദീനി, എന്റെ നേതാവായ മുഹയ്യിദ്ദീൻ ശൈഖ് ഞങ്ങളെ മജ്ലിസിൽ ഹാജരാവണേ. ഹാദിറൂ ഹാദിറൂ ഇമ്മജ്ലിസിൽ ഹാദിറൂ അംബിയ കുല്ലും ഹാദിറൂ ഔലിയ കുല്ലും ഹാദിറൂ. വിളിച്ചു വരുത്താണ്. നബിമാരെ ഹാജരാകൂ, ഔലിയാക്കളെ ഹാജരാകൂ, ഞങ്ങളെ കൈകൾ പിടിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് നബി തങ്ങളോടും അതുപോലെയുള്ള ആളുകളോടും അവർ തേടിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെയ്തോൻ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും ഹജ്ജിന് പോയിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ദിക്റും സലാത്തും ചൊല്ലിയിട്ടും മാഫി ഫൈദ, ഒരു പ്രയോജനമില്ല.